ഈ കാണുന്ന ചട്ടിയിൽ ഇന്നലെ രാത്രി ഞാൻ കോഴിമുട്ട ഉണ്ടോയെന്ന് തപ്പി നോക്കിയതാണ്. അത്രയും എനിക്ക് ഓർമ്മയുള്ളൂ. ആ ചട്ടി ഞാൻ എടുത്തു നോക്കുമ്പോൾ പിന്നെ ഉള്ളിൽ കാണുന്നത് പാമ്പാണ്. ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. അത് എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇവിടെ നോക്കിയാലും കേൾക്കുന്നത് പാമ്പ് കടിച്ചു എന്ന വാർത്തകളാണ്. ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവനും നഷ്ടപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഞാൻ വൈകിട്ട് കോഴീനെ തുറന്നു വിടാറുണ്ട്. അത് കഴിഞ്ഞ് അവർ കൂട്ടിൽ കയറിയാൽ ആ ഒരു വലിയ ഡോർ അടച്ചിട്ട് പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പം അവർക്ക് ഒന്നും കൂടിയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് രാത്രി ഒരു 9 മണിക്കാവുന്ന സമയത്താണ് ഞാൻ അവരെ കൂട്ടിൽ കയറ്റാറ്, ആ ഒരു നെറ്റിൻ്റെ കൂട്ടിലേക്ക്. ചില സമയങ്ങളിൽ ഇവരെ വൈകിട്ട് തുറന്നു വിട്ടാലേ ഇവർ ആ ഒരു കൂടില്ലേ അതിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിലൊക്കെ കയറിയിട്ട് മുട്ടയിട്ട് വയ്ക്കും. എപ്പോഴും ഇല്ല കേട്ടോ, വല്ലപ്പോഴും മാത്രം. അപ്പം ഞാൻ രാത്രി വരുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ എനിക്ക് മുട്ട കിട്ടാറുണ്ട്. അപ്പം ഇന്നലെ ഞാൻ അങ്ങനെ മുട്ട തപ്പിയതായിരുന്നു. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഞാനിങ്ങനെ മുട്ടയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് എടുക്കാറ്. പക്ഷേ ഇന്നലെ നേരെ കൊണ്ടുപോയിട്ട് കൈയിട്ടു. മുകളിൽ ഒരു പെട്ടി പോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതിൽ നേരെ കൈയിട്ടിട്ട് മുട്ട കിട്ടുന്നില്ല. പിന്നെയും ഞാൻ കൈയിട്ടു, ഫുള്ള് തപ്പി. അപ്പോൾ ആ ഒരു സമയത്താണ് ഉള്ളിൽ നിന്നൊരു അനക്കം പോലെ തോന്നി. അപ്പോൾ ഞാനതത്ര കാര്യമാക്കിയില്ല. പിന്നെയും കൈയിട്ട് ആ ചട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച സമയത്താണ് അതിൻ്റെ ബാക്ക് ഭാഗത്ത് പാമ്പിനെ കാണുന്നത്. പാമ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗം മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. തലയാണോ വാലാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം മുകൾ ഭാഗത്തേക്ക് അങ്ങനെ വെളിച്ചമില്ല, അവിടെ ഇരുട്ടാണ്, നമുക്കങ്ങനെ ഉൾഭാഗത്തേക്ക് കാണില്ല. പിന്നെ ഞാൻ വന്ന് ടോർച്ചടിച്ച് നോക്കിയ സമയത്ത് അത് മെല്ലെ ഷീറ്റിനകത്തേക്ക് കയറിപ്പോയി. ഒരു നിമിഷം ആ ഒരു പാമ്പ് എൻ്റെ കണ്ണിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എന്തോ ദൈവഭാഗ്യം എന്നൊക്കെ പറയില്ലേ. ഇതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം കോഴിക്കോട്ടിൽ പാമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അന്നൊന്നും അതത്ര വലിയ പ്രശ്നമല്ലായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കേൾക്കുന്ന സമയത്തെ ഉള്ളിൽ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴീനെ വളർത്തുന്നവരായാലും താറാവിനെ വളർത്തുന്നവരായാലും ഇനി രാത്രി സമയങ്ങളിലൊക്കെ മുറ്റത്തിറങ്ങുന്നവരായാലും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വലിയൊരു അപകടത്തിന് കാരണമാകാൻ. അപ്പം ഇവിടെ എനിക്ക് ചെറിയൊരു ടെൻഷനും വിഷമമൊക്കെ വന്നത് എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ നന്ദോസ് സിതുട്ടനാണ് കോഴിക്കോട് അടയ്ക്കാറേ. ഇപ്പം അവർ കുറച്ച് വലുതായല്ലോ, അപ്പം അവർ ഞങ്ങൾ അടച്ചോളാം അമ്മയെന്ന് പറയും. ചില സമയത്തൊക്കെ രാത്രി എന്തെങ്കിലും പണിയിലായിരിക്കാം ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് അവർ വന്നിട്ട് കൂട്ടിലാക്കാറുണ്ട്. എന്തോ ഒരു ഭാഗ്യം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, ഇനി നിങ്ങൾ രണ്ടുപേരും കോഴിക്കോട്ടിൻ്റെ ഉള്ളിലേക്ക് വരരുതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അവർ കാണില്ല. ഇതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് ഇങ്ങനെ കവുങ്ങൊക്കെ വരിഞ്ഞ് കെട്ടി ഓലയും ഷീറ്റും മട്ടലൊക്കെ ഇട്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ വന്ന് നിന്നാലും നമ്മൾ കാണില്ല കേട്ടോ. അപ്പം കുട്ടികളല്ലേ, അവർ കാണില്ല. ഇതിപ്പോൾ ഞാനങ്ങനെ കൈയിട്ടത് കൊണ്ടാണ് ഞാൻ കണ്ടത്. എന്തോ ഒരു ഭാഗ്യത്തിന് അതിനെ കയറി പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ഷീറ്റിനൊക്കെ തട്ടി നോക്കുകയാണ് കേട്ടോ. ഈ ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ അത് കയറി പോയിട്ടുണ്ട്. ഇനിയിപ്പം അതിനെ പുറത്ത് ചാടിക്കണം. പക്ഷേ ഇത്രയും നേരമായിട്ട് എവിടെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പറയാനാണെങ്കിൽ വിനാട്ടനും ഇവിടെ ഇല്ല. ഇന്നിപ്പോൾ ഒരു കല്യാണം ഉള്ളതുകൊണ്ട് വിനാട്ടൻ ആ ഒരു കല്യാണ വീട്ടിലേക്ക് പോയതാണേ. അഡ്ജസ്റ്റ് ചെയ്തൊരു മേൽക്കൂര ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ജീവികൾക്കൊക്കെ ഉള്ളിൽ കയറാൻ പറ്റും. ഇതിൻ്റെ മുന്നേ പാമ്പ് മാത്രമല്ല കേട്ടോ, വെരുകായിട്ടും ഗീരിയായിട്ടും ഉടുമ്പായിട്ടും എല്ലാം കൂട്ട് കയറിയിട്ടുണ്ട്. ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കോഴിക്കോടിൻ്റെ മുകളിൽ. അതുപോലെ എൻ്റെ നെറ്റ് കൂടിൻ്റെ മുകളിലും ഒരുപാട് ഗ്യാപ്പുണ്ട്. ഞാൻ അവിടെ കാർബോർഡും പെട്ടി, മരക്കഷ്ണം, അതുപോലെ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഞാൻ തൽക്കാലം ഷീറ്റും കാര്യങ്ങളൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. പാമ്പ് ഉൾഭാഗത്ത് വന്നാൽ അതിന് പുറത്ത് കിടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അതിന് പുറത്ത് പോകട്ടെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷീറ്റ് തട്ടി കൊടുക്കുന്നത്. ഇപ്പം പക്ഷേ ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ടൊരു അനക്കം പോലെ കേൾക്കുന്നുണ്ട്. പിന്നെ ഷീറ്റൊക്കെ നന്നായിട്ട് തുരുമ്പ് പിടിച്ചതും കാര്യങ്ങളൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കോഴിക്കൂട്ടിനകത്തേക്ക് വരാനേ പറ്റില്ല. നിങ്ങൾ മുകൾ ഭാഗമൊക്കെ കാണുന്നില്ലേ, പാമ്പിനൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ച് നിൽക്കാനും സാധിക്കും. അത് മാത്രമല്ല നന്നായിട്ട് എലിശല്യം ഉണ്ട് കേട്ടോ. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പാമ്പ് വന്നത്. എന്തൊക്കെ ചെയ്തിട്ടും എലീൻ്റെ ശല്യം മാറുന്നതല്ല. അവർ ഇതിൻ്റെ മുകളിലിട്ട ഓലയും ഷീറ്റും ഒക്കെ ഇങ്ങനെ തറച്ച് പൊടിയാക്കി തന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതിനെ പിടിക്കാൻ വന്നതായിരിക്കാം. പിന്നെ ഇതുപോലെ കോഴിമുട്ടയൊക്കെ, ഇപ്പോൾ കോഴീനെ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. കോഴി ഒരു പക്ഷേ നമ്മൾ കൂടിൻ്റെ ഡോറൊക്കെ അടഞ്ഞു പോയാൽ കൂടിൻ്റെ മുകളിലൊക്കെ മുട്ടയിട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അപ്പം പാമ്പുകൾ ഇതുപോലെ വന്നാൽ ഒരു പ്രാവശ്യം അവർക്ക് കിട്ടിയാൽ അവർ പിന്നെയും വരും കേട്ടോ. അപ്പം അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. രാത്രി തന്നെ കഴിയുന്നതും അതിനെ ആ ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിച്ചാൽ എനിക്കൊരു സമാധാനമാണ്. എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ കോഴിമക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കൂട്ടിലേക്ക് വരുമോ, നെറ്റിൻ്റെ കൂടെ ആയതുകൊണ്ട് കൂട്ടിൽ കയറില്ല എന്നൊരു പ്രതീക്ഷയാണ്.
ഇതിൻ്റെ മുന്നേ നെറ്റ് കൂടിൻ്റെ മുന്നേ എനിക്കൊരു മരത്തിൻ്റെ കൂടായിരുന്നു. ഇതുപോലൊരു ദിവസം പാമ്പ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അന്ന് ചെറിയ മക്കളും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് കഷ്ടപ്പെട്ടു. ഡോറൊക്കെ തുറന്ന് വെച്ചിട്ടും പാമ്പ് പുറത്ത് പോയില്ല. അങ്ങനെ കുറേ മക്കളൊക്കെ നെറ്റിനൊക്കെ അടിച്ച് ഇവർ പേടിച്ചു, പാമ്പിനെ കണ്ട് പേടിച്ചു. പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴയല്ലേ, നെറ്റിനൊക്കെ അടിച്ച് അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ ചത്തു പോയിട്ടുണ്ട്. ആ ഒരു പേടി എനിക്ക് ഇന്നും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പം രാത്രി തന്നെ മെനക്കെട്ടിട്ട് അതിനെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ മക്കൾ, അവരെന്ത് സൗണ്ട് കേട്ടാലും അവർക്ക് പേടിയാണ്. ഞാനിപ്പോൾ അവരെ ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ അവരെ വളർത്തുന്നു. ഞാൻ തന്നെ ജസ്റ്റ് ഒരു ചെരുപ്പിട്ട് അങ്ങോട്ടും നടക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടി പേടിച്ചിട്ട് ഒരു സൈഡിലേക്ക് വരും. അപ്പോൾ പാമ്പിനെയൊക്കെ കണ്ടാൽ എന്തായാലും അവർ പേടിക്കും. കോഴികളൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ പറന്ന് നെറ്റിനൊക്കെ അടിച്ച് പോയാൽ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങളും വയ്യായികളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. വലിയ കോഴികൾ പ്രശ്നമല്ല കേട്ടോ, അവരൊക്കെ കൂട്ടിനകത്ത് പോയിട്ടുണ്ട്. അവർക്ക് പിന്നെ ശീലമായി. അവരിങ്ങനെ കുറേ അതിഥികൾ ഇടയ്ക്കും തിരക്കൊക്കെ രാത്രി ഇങ്ങനെ ഓരോന്ന് വരാറുണ്ട്. അതുകൊണ്ട് അവർക്കത് ശീലമാണ്. പക്ഷെ ചെറിയവർ അങ്ങനെയല്ല. എന്തായാലും ഞാൻ ഇപ്പോൾ തൽക്കാലം വിനാട്ടനെ കാത്തു നിൽക്കുന്നില്ല. പാമ്പ് ഉള്ളിലേക്ക് കയറി എന്നുള്ള ധൈര്യത്തിൽ ഞാൻ എന്തായാലും കൂടിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കങ്ങനെ കോല് വെച്ചിട്ട് ഒരുപാടൊന്നും തട്ടി കൊടുക്കാൻ പറ്റില്ല, കാരണം ഷീറ്റെല്ലാം നന്നായിട്ട് ദ്രവിച്ചിട്ടുണ്ട്. ഈ കോലുകൊണ്ട് തട്ടുന്ന സമയത്ത് അതൊക്കെ പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. ഈ ഒരു കോഴിക്കൂടിൻ്റെ മേൽക്കൂര ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിൻ്റെ പുറകുവശത്തൊരു തെങ്ങുണ്ട്. ആ ഒരു തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തേങ്ങ നേരെ വീഴുന്നത് കോഴിക്കൂടിൻ്റെ സെൻറ്ററിലേക്കാണ്. അതുകൊണ്ട് കോഴിക്കൂടിന് ഷീറ്റോ ഓടോ ഇടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. തൽക്കാലം ഇങ്ങനെ കവുങ്ങ്, ഓല, ഷീറ്റൊക്കെ കെട്ടി അഡ്ജസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇതുപോലെയുള്ള ജീവികൾക്കൊക്കെ പെട്ടെന്ന് ഉള്ളിലേക്ക് വരാൻ കഴിയും. എൻ്റെ ഒരുപാട് ആഗ്രഹത്തിൻ്റെ പുറത്ത് എനിക്ക് ഉണ്ടാക്കി തന്നൊരു കൂടാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. ഈ ഒരു മേൽക്കൂരയുടെ കാര്യത്തിൽ മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെ പാമ്പ് വരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് തെങ്ങ് മുറിച്ച് മാറ്റാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേങ്ങ കിട്ടുന്നൊരു തെങ്ങാണ്. അപ്പം ഇതിന് എന്താണ് ഒരു പരിഹാരം എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് എലിശല്യമുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് എലിശല്യമുണ്ട്. അപ്പം അതിനെ പിടിക്കാനായിരിക്കാം ഒരു പക്ഷേ ആ ഒരു പാമ്പ് വന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഞാൻ അതിനകത്ത് കൊണ്ടുപോയിട്ട് കൈയിട്ടത്. അപ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കണം. എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ മക്കൾ വരുന്നൊരു കാര്യത്തിലാണ് പേടി. ആദ്യമൊന്നും അവരങ്ങനെ കോഴിക്കോട്ടിലേക്ക് വരാറേ ഇല്ലായിരുന്നു. ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ പാമ്പിനെ കണ്ടത്. ഇവിടെയാണ്, ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ഒരു കോഴി മുട്ടയിടുക. അപ്പം ഞാൻ ഈ ഒരു ചട്ടിയിൽ കൈയിട്ട് കുറേ തപ്പി. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചട്ടീൻ്റെ പുറകിൽ ഇനി ആ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കോഴി മുട്ട ഇട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചട്ടിയിൽ മുഴുവനും ഞാൻ കൈയിട്ട് തപ്പിയതിന് ശേഷം ചട്ടി എടുത്തിട്ട് ആ മരത്തിലും കൈയിട്ടിട്ട് പിന്നെ മുകളിലേക്ക് കയറി നോക്കുന്ന സമയത്താണ് പാമ്പിനെ കാണുന്നത്. അപ്പം ഇതാണ് എൻ്റെ മേൽക്കൂരേൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പാമ്പ് പറ്റി പിടിച്ചാൽ ഞാൻ കാണുകയും കൂടിയില്ല. സംഭവം എല്ലാവരും പറയും കോഴിക്കൂടൊക്കെ ക്ലീൻ ചെയ്യായിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഒരിക്കലും അല്ല കേട്ടോ. നമുക്ക് കോഴിക്കൂട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും വരേണ്ട ജീവികൾ എന്തായാലും വരും. അവർക്ക് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എലിശല്യം, അതുപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. അവിടെയൊക്കെ ഞാനിതാ മരക്കഷ്ണം അതുപോലെ കവർ തിരികെ വെച്ചിട്ടുണ്ട്, ചട്ടി കമത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെയും അതുപോലെ ഈ ഉടുമ്പ് കാര്യങ്ങളൊക്കെ വെരുകൊക്കെ ഇങ്ങനെ മുകളിൽ കൂടെ വരുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. പിന്നെ ഈ ഒരു ഭാഗത്തെ ഷീറ്റൊക്കെ കണ്ടില്ലേ, അതൊക്കെ നന്നായിട്ട് തുരുമ്പിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ദ്രവിച്ച് പോയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു കൂട് സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അഴിക്കണം. മൊത്തത്തിൽ മേൽഭാഗം മുഴുവനായിട്ട് അഴിച്ചു മാറ്റിയിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. പക്ഷെ അത് കുറച്ചൊരു റിസ്ക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഊരിയെടുക്കാത്തത്. ഒരുപാട് പ്രാവശ്യം തട്ടുകയും മുട്ടൊക്കെ ചെയ്തു. പക്ഷേ പാമ്പിനെ എവിടെയും കാണാനില്ല. ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇഴഞ്ഞു പോയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് രാവിലെ നോക്കാം. ഒരു ടെൻഷനുണ്ട്, കാരണം കുട്ടികളുടെ കൂടിൻ്റെ ബാക്ക് ഭാഗത്തെ നെറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരുമോ എന്നുള്ളൊരു പേടി. അതുകൊണ്ടാണ് ഞാൻ രാത്രി മെനക്കെട്ട് തട്ടുകയും മുട്ടയൊക്കെ ചെയ്തത്. എങ്ങനെ സൗണ്ട് കേട്ടാൽ നമ്മളിങ്ങനെ ഷീറ്റൊക്കെ തട്ടുന്ന സമയത്ത് അത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ നേരം വിനാട്ടനെ വെയിറ്റ് ചെയ്തപ്പോൾ വിനാട്ടന് വരാനും കുറച്ച് നേരം വൈകും. അതുമാത്രമല്ല, നന്ദു സിതുട്ടനും മുറ്റത്തുണ്ട്. അവരോട് അകത്ത് പോകാൻ പറഞ്ഞിട്ട് അവർ രണ്ടാളും പോകുന്നില്ല. അവർ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാൻ രാവിലെ വന്ന് നോക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ളത്. രാവിലെ വന്ന് നോക്കുന്ന സമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല.
അപ്പം ഞാൻ കുറേ നോക്കിയിട്ട് ഉള്ളിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. കവുങ്ങിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. മുകളിൽ വന്ന് പറ്റി പിടിച്ച് കിടന്നാലും കാണാൻ പറ്റില്ല. എന്നോട് എപ്പോഴും വിനേട്ടൻ പറയുന്ന ഒരു കാര്യമാണ്, കോഴിക്കൂട്ടിൽ പോകുമ്പോൾ ഇനിയിപ്പോൾ രാത്രിയായാലും പകലായാലും എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മുകളിലൊക്കെ വന്ന് ഇങ്ങനെ തൂങ്ങി നിന്നാലും നമ്മൾ കാണില്ല എന്ന് പറയാറുണ്ട്. അതൊന്നും വരില്ല എന്നായിരുന്നു കേട്ടോ ഞാൻ പറയാറ്. പക്ഷെ ഇന്നലത്തോടു കൂടി എനിക്ക് മനസ്സിലായി ഇനി അതിൻ്റെ മുകളിൽ കൈയിടുന്ന ഒരു പ്രശ്നമേ ഇല്ല. എനിക്കിങ്ങനെ പാമ്പിനെ ഒരുപാട് പേടിയുള്ള കൂട്ടത്തിലൊന്നല്ല കേട്ടോ. പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും മക്കളങ്ങനെ കൂട്ടിൽ വരില്ലായിരുന്നു, കൂട്ടിൽ കയറുമോ കോഴീനെ പിടിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇവരിപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പം ഓരോ ദിവസം കഴിയുന്നോറും അവർക്ക് കോഴീനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ അവരെന്നെ രാവിലെ കൂട്ടിൽ വരികയും വെള്ളം കൊടുക്കുകയും കോഴിക്ക് ഫുഡ് കൊടുക്കുകയും വൈകിട്ട് തുറന്ന് വിടുകയൊക്കെ ചെയ്യുന്നത് അവരാണ്. എന്നോട് ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ പാമ്പും കൂടി വരുമ്പം നമുക്ക് ഒരു അധികം ടെൻഷനാണല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ ഇനി രണ്ടുപേരും കൂട്ടിന് ഉള്ളിലേക്ക് വരാനോ കൂട് തുറക്കാനോ ഒന്നും പാടില്ല. അമ്മ വൈകിട്ട് കൂട് തുറന്ന് വിടുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ അരി ഗോതമ്പൊക്കെ കൊടുത്തു, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ കൂട്ടിലേക്ക് വരാനേ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വരില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഉറപ്പിച്ചുകൂടാ കേട്ടോ രണ്ടാളെയും കാര്യം. കാരണം കുഞ്ഞുങ്ങൾക്ക് കൗതുകം കൂടുതലാണല്ലോ. അവരോട് നമ്മൾ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നോ അതേ അവർ ചെയ്യുള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെയാണ്, എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ്. എന്നാലും ഞാനൊന്ന് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പാമ്പുണ്ടാവും, പാമ്പ് കടിക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതാ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരിപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഇപ്പോൾ ഇവർക്ക് 4 വാക്സിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഇടുന്നതാണ്. അപ്പം ഇവരുടെ കാര്യത്തിലായിരുന്നു എനിക്ക് പിന്നെ രണ്ടാമത്തെ ചെറിയൊരു പേടി. ഇവർക്ക് ചെറിയൊരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര പേടിയാണേ. ഇവർക്കിപ്പം നമ്മൾ 4 വാക്സിനും കൊടുത്തു കഴിഞ്ഞു. IBD, ലെസോട്ട, 2 IBD 2 ലെസോട്ട കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്ത ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കുക. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോഴികൾക്ക് വാക്സിൻ കൊടുക്കുക. ഞാൻ ആരെയും നിർബന്ധിക്കില്ല, അത് നിങ്ങളുടെ ചോയ്സാണേ. 1, 2 അല്ലെങ്കിൽ 5, 10 കോഴീനെ വളർത്തുന്ന ആളുകളൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയാൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഒരു 19 കോഴി ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത്. അത് നമുക്കൊരു സേഫ്റ്റിയാണ് കേട്ടോ. അവർക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നാൽ പെട്ടെന്ന് മരുന്ന് കൊടുത്താലും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. വാക്സിൻ എടുക്കുന്നതിന് മുന്നേ ഒരുപാട് കോഴികൾ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വാക്സിൻ എടുത്തപ്പം അതിന് മാത്രം മാറ്റങ്ങൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ വാക്സിൻ കൊടുക്കുന്നത്. അപ്പം ഞാനിത് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയതാണ്. ആ ഒരു നേരം കൊണ്ട് ഇവർ കൂട് അതിൻ്റെ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഓപ്പണായി അവരെല്ലാവരും പുറത്തേക്ക് ചാടി. ഇവരെ ഇപ്പം നമുക്ക് പുറത്തേക്ക് വിടാനായിട്ടില്ല, കാക്ക കൊത്തും. ഇവർ നമ്മളെ നാടൻ കോഴീൻ്റെ മാതിരിയല്ല കേട്ടോ. ഇവർക്ക് പുറത്തിറങ്ങിയാൽ ഇവരെ പെട്ടെന്ന് പിടിക്കാൻ കിട്ടും. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് കാക്കയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളൊക്കെ വന്നാൽ പെട്ടെന്ന് കൊത്തി കൊണ്ടുപോകാനും പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇവരെ ഇനിയിപ്പം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു വലിയ കൂട്ടിലേക്ക് ഇറക്കാൻ. കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കിയിരുന്നു കേട്ടോ. അപ്പം ഇവർക്ക് പേടി, ഇവരൊരു സൈഡിൽ മാത്രം ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് എന്താ വരിക എന്ന് വെച്ചാൽ ഒന്നിൻ്റെ മുകളിൽ ബാക്കിയുള്ളത് വന്ന് കയറും. അങ്ങനെ അട്ടിക്കട്ടിക്ക് കയറുന്ന സമയത്ത് അടിയിലുള്ളത് ചത്തുപോകും. അതുകൊണ്ട് ഞാനിവരെ തൽക്കാലം കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വലിയ കോഴികളെ കണ്ടിട്ടാണോ എന്നറിയില്ല, പക്ഷേ വലിയ കോഴികളെ ഞാൻ താഴത്തെ കൂട്ടിൽ അടച്ചതിന് ശേഷമാണ് ഇവരെ ഞാൻ ഇറക്കി വിട്ടത്. അവരെ കണ്ടിട്ടാണോ എന്നറിയില്ല. ഇനിയിപ്പോൾ അവരെയൊക്കെ കണ്ട് ഇവരൊന്ന് പരിചയമായിട്ട് വരണം. മുന്നേ ചെയ്ത വീഡിയോയിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഏത് ഇനത്തിൽപ്പെട്ട കോഴിയാണെന്നുള്ളത്. ഇത് ഗ്രാമശ്രീയാണ്. ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 50 പൂവാൻകോഴി കുഞ്ഞുങ്ങളാണ്. ഞാനിത് കോഴിക്കോടുള്ള ഗവൺമെൻറ് പോൾട്രി ഫാമിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾ കോഴിക്കോടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പം ഫാമിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറും ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പം ചാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക കേട്ടോ. കോഴി മാത്രമല്ല കാടയും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോയി നോക്കുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങുക, വളർത്തുക. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. രാത്രി കാലങ്ങളിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ടോർച്ചോ മറ്റ് വെളിച്ചങ്ങളോ എന്തെങ്കിലും കയ്യിലെടുത്ത് പിടിക്കുക. സുരക്ഷയാണ് ഏറ്റവും വലുത്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ.